സാറയാണ്. നമ്മൾക്കിന്ന് ഞണ്ടിനെ പിച്ചിപ്പറിക്കാം. അപ്പോൾ ഒരു പാത്രം എടുക്കുക. നമ്മളെ വീട്ടിലുള്ള ഏതാണോ കറി വെക്കുന്ന പാത്രം, അടുക്കി പിടിക്കാത്തതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മളുടെ ആവശ്യത്തിന് എത്രത്തോളം റോസ്റ്റായിട്ട് കവർ ചെയ്ത് മസാല ഇരിക്കണം അതനുസരിച്ച് ഈ സാധനങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിലേക്ക് ഞാനിട്ടിരിക്കുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചതച്ച മുളക് പൊടി, കുരുമുളക്, മസാലപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഈ ഒഴിക്കുന്നത്. ഇത്രയും വെളിച്ചെണ്ണ ഒന്നും ആരും ഒഴിക്കരുത്. മറ്റുള്ള കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർ ഇത്രയും ഒഴിക്കേ വേണ്ട. ഞാൻ ഒഴിക്കുന്നത് ഇച്ചിരി കൂടുതലാണ്. അതിലേക്ക് ഉപ്പിടുക, കുറച്ച് വേപ്പിലിടുക, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ പുറത്ത് വെച്ചാണ് ചെയ്തത്. നേരെ ഗ്യാസ് കത്തിക്കുക, കത്തിച്ചിട്ട് ഇതിലെടുത്ത് വെക്കുക. അപ്പോൾ ഈ ഞണ്ടിനും ചെമ്മീനും കൂന്തലിനും ഒരു പ്രത്യേകത ഉള്ളത്, ഇവർക്ക് ചൂടാവുമ്പോൾ സ്വയം കുറച്ച് വെള്ളം വരും. അപ്പോൾ അതുണ്ടോ എന്നുള്ളത് 1 മിനിറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് തിള വന്ന് കുറച്ച് കഴിയുമ്പോൾ വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം അത് വേവാനായിട്ട് ഒരുപാട് വേവിക്കണ്ട ഇതൊന്നും. കാരണം ഈ ഞണ്ടിനും കൂന്തലിനും ഈ ചെമ്മീനൊക്കെ ഒരുപാട് വെന്ത് കഴിഞ്ഞ് ഇത് ഹാർഡായി പോകും. എന്നാൽ അത് വേവുകയും ചെയ്യണം. വയറിനൊക്കെ അല്ലെങ്കിൽ വെന്തില്ലെങ്കിൽ പ്രശ്നം വരും. ഇത് കണ്ടോ, ഈ ഒരു പാകം നല്ല റോസ്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് തേങ്ങാക്കൊത്തും വേപ്പിലയും, ഞാൻ മൊരിയിക്കുന്നത് തേങ്ങാക്കൊത്തും വേപ്പിലാണ്. തേങ്ങാക്കൊത്തില്ലെങ്കിൽ വെറുതെ ഉള്ളി മൊരിയിച്ചാലും മതി. അതും ഇല്ലേ, കുറച്ച് വേപ്പില മൊരിയിച്ചിട്ടാലും മതി. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം. കുരുമുളക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ കുരുമുളക് ഇടുക. എന്നിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യണം കേട്ടോ, മൊരിയിക്കരുത്. മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ. പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേളിൽ ഇപ്പോൾ ഈ കുരുമുളകിന് പകരം പച്ചമുളക് ഇടുക. പച്ചമുളക് ഇടുമ്പോൾ അപ്പം തന്നെ ഓഫ് ചെയ്യണം. എന്നിട്ട് അപ്പുറത്തേക്ക് അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ നല്ല അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അപ്പം തന്നെ അങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തേക്കുക. സംഭവം സെറ്റാണ്, അടിപൊളിയാണ്. നല്ല ഫ്രഷ് ഞണ്ട് കിട്ടണമെങ്കിലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എനിക്കിപ്പോൾ ഇന്ന് കിട്ടിയ ഞണ്ട് കുഴപ്പമില്ലായിരുന്നു, ഓക്കെയാണ്. പിന്നെ ട്രോളിംഗ് നിരോധനം വരുവാണ്. അപ്പോൾ നമ്മൾ ഇനി മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പഴക്കമുള്ള മീനൊക്കെ കിട്ടും. മാക്സിമം നമുക്ക് പുഴ മീനൊക്കെ കിട്ടുവാണെങ്കിൽ അത് വാങ്ങിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ. വീട്ടിലെ അമ്മമാരോടും ചേച്ചിമാരോടൊക്കെ പറയണം, ഇത് സാറ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് പറയണം. അപ്പോൾ അഭിപ്രായം പറയണം. അപ്പോൾ ഓക്കെ.